ലക്സംബർഗിൻ്റെ പതാകയാണ്. ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി എന്നിവയാണ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ലക്സംബർഗിൻ്റെ. ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് ലക്സംബർഗ് ഒരു ചെറിയ രാജ്യമാണ്. എന്നാൽ യൂറോപ്യൻ രാജ്യമായ വത്തിക്കാൻ സിറ്റി, ലിechtenstein ഒക്കെ അപേക്ഷിച്ച് ഇതൊരു വലിയ രാജ്യമാണ്. 2586 കിലോമീറ്റർ സ്ക്വയറേ ഉള്ളൂ ഈ രാജ്യത്തിന്. ജനസംഖ്യ എന്ന് പറയുന്നത് 6,85,000 ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ലക്സംബർഗിൽ കൂടാണ്. ഒരു ചെറിയ കൺട്രിയാണ്, എങ്കിലും വളരെ മനോഹരമായ ഒരു കൺട്രിയാണ്. അപ്പോൾ കുറച്ച് നടന്നു നോക്കാം അവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഒരു ട്രാം പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പം ലക്സംബർഗിലെ കാറുകളൊക്കെ അതിൻ്റെ ചിഹ്നമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ എംബ്ലമുണ്ട്. അതുകൂടാതെ എല്ലാം നമുക്ക് കാണാം സൈഡിലായിട്ട്. ഇപ്പം ലക്സംബർഗിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. എന്തുകൊണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പോപ്പുലേഷൻ വളരെ കൂടുതലും ചെറിയൊരു രാജ്യവുമാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരിലധികം ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഒക്കെ വന്നാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾക്ക് കാറുകൾ വളരെ കൂടുതലാണ്. ഒരു വീട്ടിൽ തന്നെ 2-3 കാറുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, അങ്ങ് ദൂരെ ഒരു മനോഹരമായ കത്തീഡ്രൽ കാണാം. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ലക്സംബർഗിൻ്റെ ഒരു ഫ്ലാഗ് ഇങ്ങനെ പാറിക്കളിക്കുന്നത് കാണാം. മനോഹരമായൊരു ഗാർഡനുണ്ട്. അതിൻ്റെ കാഴ്ചകൾ വ്യക്തതയില്ല, എന്നാലും കാണാം. ഇപ്പം ഒരു ഡ്രാമാണ് നമ്മുടെ നിയറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് മറ്റൊരു ഡ്രാമും വരുന്നുണ്ട്. അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മളൊരു സ്ക്വയറിലോട്ട് എത്തുകയാണ്. ട്രാമിൻ്റെ പാളമുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പബ്ലിക് ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ കാണാം അവിടെ പോകുന്നത്. അപ്പം ലക്സംബർഗിലെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ലക്സംബർഗിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ധാരാളം കാഴ്ചകളുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. താങ്ക് യു.